യഥാർത്ഥത്തിൽ ഈ വർഗീയത കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഇവർ. എന്നിട്ട് BJP വർഗീയ പാർട്ടി എന്ന് വിളിക്കും. മുത്തലാഖ് നിരോധനം കൊണ്ടുവന്ന് പ്രാകൃതമായ നിയമത്തിനെതിരെ നിയമം കൊണ്ടുവന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരികൾക്ക് വേണ്ടി ആ നിയമനിർമ്മാണം നടത്താൻ 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞോ? BJPക്കല്ല ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക്. അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കും. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു? ആ വകുപ്പ് മന്ത്രി എവിടെ? മുസ്ലിം ലീഗിന്റെ അല്ലേ വകുപ്പ് മന്ത്രിയുടെ അയാൾ അറിഞ്ഞിട്ടില്ലേ ഇത്? അപ്പൊ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുക, ഇതിനെ BJP എതിർക്കുന്നതായിട്ട് സമുദായത്തിനുള്ളിൽ പ്രതീതി വളർത്തുക, എന്നിട്ട് ഇവിടെ ഒരു വർഗീയ യഥാർത്ഥത്തിൽ ഈ വർഗീയത കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഇവർ. എന്നിട്ട് BJP വർഗീയ പാർട്ടി എന്ന് വിളിക്കും. ബോറ സമുദായത്തിന് വേണ്ടി, അതുപോലെ ഷിയ സമുദായം, ഇവരാരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബോറ സമുദായത്തിന് ഏറ്റവും അധികം സേവനങ്ങൾ ചെയ്താൽ എന്തിന്? മുത്തലാഖ് നിരോധനം കൊണ്ടുവന്ന് പ്രാകൃതമായ നിയമത്തിനെതിരെ നിയമം കൊണ്ടുവന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരികൾക്ക് വേണ്ടി ആ നിയമനിർമ്മാണം നടത്താൻ 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞോ? BJPക്കല്ല ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ BJP മുസ്ലിം വിരുദ്ധം ഇത് സ്ഥാപിച്ച് വോട്ട് പിടിച്ചെടുക്കാനുള്ള നാണംകെട്ട ശ്രമമാണ് മുസ്ലിം ലീഗും CPM-ഉം നടത്തുന്നത്. കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. കോൺഗ്രസ് അഭിപ്രായം പറയും, ബാക്കി പറയാം. തീർച്ചയായിട്ടും ആണല്ലോ, തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, മുനമ്പം ഭൂമിയിൽ ഒരു മുസ്ലിം സഹോദരൻ പോലും ഇല്ല. ക്രിസ്ത്യാനി മാത്രമല്ല, അവിടെ ഈഴവരുണ്ട്, ദീപരുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, 610 കുടുംബങ്ങളിൽ. അവരുടെ വിഷയം പറയാൻ ആരാ ഉള്ളത്? സമുദായം മാത്രമായിട്ടൊന്ന് ഒരു സൈഡിൽ നിന്നാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ വേണ്ടേ? മാത്രമല്ല ഇപ്പൊ പള്ളി കമ്മിറ്റിയിൽ പള്ളിയുടെ ഭക്തിപരമായ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ പാലാ അരമനയുടെ പാസ്റ്റർ കൗൺസിലിൽ ഇതര സമുദായക്കാരെ കയറ്റിയിരുത്തണമെന്ന് പറയാൻ പറ്റും? ഇല്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വസ്തുക്കളല്ലാതെ അയലോക്കത്തുള്ള മുഹമ്മദിന്റെയോ ഇപ്പുറത്തുള്ള ജോസഫിന്റെയോ ഭൂമി ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ വഖഫ് ബോർഡ് മുൻപം ഭൂമി കൈകാര്യം ചെയ്യുന്നുണ്ട്, തളിപ്പറമ്പിലെ ഭൂമി കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന ഭൂമി വഖഫ് ബോർഡ് ക്ലെയിം വെച്ചിട്ടുണ്ട്. ഡൽഹി മാത്രം 164 സർക്കാർ ഭൂമികൾ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം വഖഫ് ബോർഡിനെയും ഒരു സമുദായത്തിന്റെ സ്ഥാപനങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇത് വർഗീയത വളർത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് BJPക്കെതിരെ വർഗീയത വളർത്താൻ വേണ്ടി ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. ഇത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോയത്. അല്ല, പിന്നെ എന്തിനവർ ജനങ്ങളുടെ മുമ്പിൽ ഈ കാപട്യം കാണിക്കുന്നത്? അല്ല, അവര് കാണുമെന്നുള്ളതല്ല, അവരാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ നടക്കും. അത് നിയമമാണ്. ആ നിയമത്തെ അനുസരിക്കാൻ ഇവരെന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? ഇവർക്ക് എപ്പോഴാണെങ്കിലും ഞാനൊരു രാജ്യത്തൊരു നിയമമുണ്ട്, അതിന് വിരുദ്ധമായി എന്തെങ്കിലും നടക്കുമോ? കോടതിയുണ്ട് ഇവിടെ. എന്താ പറഞ്ഞു? അല്ല, തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ റിട്ട് വിഡ്രോ ചെയ്യാന്ന്. പിന്നെ എന്തിനാ അപ്പീൽ പോകുന്ന വഖഫ് ബോർഡ്? അല്ല, പറഞ്ഞു തയ്യാറാണെന്ന് പറയണം. ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗിന് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ പരിശോധിക്കുന്ന. ഈ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഹൈക്കോടതി വിധി, സുഹൃത്തെ, ഹൈക്കോടതി വിധിയിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്നെ സംശയം? വ്യവഹാരി ഏത് ചാനലാ? അല്ല, ഏത് ചാനലാ? വ്യവഹാരി എന്ന് വിളിച്ചോണ്ട് ചോദിച്ചതാണ്. അല്ല, നിങ്ങൾക്ക് നോക്കുന്ന ഏതൊക്കെ വ്യവഹാരങ്ങൾ ഞാൻ നടത്തുന്നോണ്ട് അറിയാമെന്ന് ചോദിച്ചാ. ഏത് ചാനലാണ് പറയാം? അല്ല, ആ വ്യവഹാരി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത വ്യവഹാരങ്ങൾ ഒന്ന് പിണറായി വിജയനെതിരെയാണ്, 1. 2 വഖഫിനെതിരെയാണ്. ഇത് 2 നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചാനലാണെന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്ത വ്യവഹാരങ്ങൾ എന്നെ കോടതി എപ്പോഴെങ്കിലും വ്യവഹാരി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്ഥിരം നിത്യ വ്യവഹാരി എന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കൊടുത്ത കേസുകളൊക്കെ കൊള്ളണ്ടെടുത്ത് കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാ വേദനിക്കുന്നു. കുഴപ്പമില്ല. എന്നെ പറഞ്ഞോ, എന്നാ പ്രശ്നം? ആ ചോദ്യം വ്യവഹാരി എന്ന് വിളിച്ചു നിങ്ങൾ.
അല്ല അതെ ഞാൻ പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം മനസ്സിലായി. അടുത്ത വേറെ ചോദ്യം പറഞ്ഞു. ഏത് അത് കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് നിയമം കൊണ്ടുവന്നു, അതിനകത്ത് ആളെ ഉൾക്കൊള്ളിച്ചു എന്നൊക്കെ ഉള്ളത് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്.